ഈ പോണ കുരുപ്പ് ഇന്ന് 5-6 പേരുടെ തല അടിച്ച് പൊളിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ടെൽമി, വിശ്വസിക്കോ? എന്നത് കണ്ടോക്കെ. ഇന്ന് ഓൾ കേരള തായ്ക്കൊണ്ടോ 5th സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ് കേട്ടോ. 7 മണിക്ക് എത്തണം എന്ന് നിർബന്ധം കോച്ച് പറഞ്ഞോണ്ട് നമ്മൾ 11 മണിയാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട്. ഇനോഗ്രേഷൻ സെറമണി ഒക്കെ കഴിഞ്ഞോട്ടോ. എറണാകുളം സിറ്റി കമ്മീഷണറാണ് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത്. ബോറടിക്കുന്ന പ്രസംഗങ്ങൾക്കിടയിൽ പിള്ളേർ അവരവരുടെ കളി കളിച്ചോണ്ടിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടന്നു. ബ്രേക്ക്ഫാസ്റ്റ് വേദയ്ക്ക് കൊടുക്കാനാന്നുള്ള പേരിൽ ബാഗിൽ നിന്ന് ഗ്ലൂക്കോസ് എടുത്തിട്ട് അളിയാൻ പടത്തോണ്ടിരിക്കണോ. ഞാൻ ചോദിച്ചു എന്താളിയാ കുട്ടികളെ പോലെ. അത് ചോദിച്ചു പറഞ്ഞ അളിയ എന്റെ നേരം നീട്ടി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. അത് അപ്പുറത്ത് സ്റ്റേഡിയത്തിന്റെ അപ്പുറത്തുള്ള കൂട്ടുകാരെ അടുത്ത് പോയിരിക്കാൻ വേണ്ടിട്ട് വേദ പെർമിഷൻ ചോദിച്ചോണ്ടിരിക്കണ. ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവിടെ റിംഗിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് ലഞ്ച് സമയമായപ്പോ നമ്മൾ നേരെ ലഞ്ചിലോട്ട് കടന്നു. കാരണം അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. ലഞ്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ വേദയുടെ പരിപാടി സൂത്രതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. മാച്ചിന് മുന്നേ കണ്ട കുറെ അധികം ഹെഡ് കിക്സ് ഉണ്ട് കേട്ടോ. കണ്ടോക്കെ. ഫസ്റ്റത്തെ ഹെഡ് കിക്ക് കണ്ടില്ലേ? അത് വാക്കോറുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ഹെഡ് കിക്ക് ആയിരുന്നു അത്. അളിയനെ വേദ ഡാൻസ് പഠിപ്പിക്കട്ടോ. വിക്ടറി ഡാൻസ്. ഈ പബ്ജിയിലൊക്കെ ജയിച്ചു ഞാൻ കാണില്ലേ? എന്തിനാന്നുള്ളതല്ലേ? അങ്ങനെ വേദ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരിക്കാണ്. ഇതൊക്കെ എന്തെന്നുള്ള ഭാഗത്തിൽ അവള് മെഡൽ ഇട്ടാൻ കുറച്ചധികം നേരം വൈകിയെന്നുണ്ടെങ്കിലും ഗോൾഡ് മെഡൽ അല്ലേ അത് നമ്മൾ വാങ്ങിയിട്ട് പോകുള്ളൂ. മെഡൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടാട്ടോ. എങ്ങനെയുണ്ട് കൊള്ളാലേ. പിന്നെ അളിയനെ അവളും കൂടെ പ്ലാൻ ചെയ്ത ഒരു വിക്ടറി കോഴ്സ് കൂടെ. അതായത് ഈ വലിയവരുടെ ഫൈറ്റ് സീനാട്ടോ. ഭയങ്കര ഫാസ്റ്റ് കിക്ക്. അത് ചാടി മറിഞ്ഞ് തിരിഞ്ഞ് ഗോൾഡ് മെഡൽ സന്തോഷത്തിൽ വേദ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാർ കയറി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. പോണ വഴിക്ക് ഒരു ചായ ഒരു ബെഡ. ഞങ്ങൾ 3 നാളുണ്ടായിരുന്നുള്ളൂ. കാരണം വേദ കിടന്നുറങ്ങി ക്ഷീണത്തിൽ. അങ്ങനെ തിരിച്ച് ഫ്ലാറ്റിലെത്തി. വേദ ഫസ്റ്റ് അടിച്ചു എന്നുള്ളത് ഫ്ലാറ്റ് നെയ്ബർ അറിഞ്ഞപ്പോ അവൾ ഉള്ളിൽ കയറി ഒരു ചോക്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് അവൾക്ക് കഴിഞ്ഞോ?